രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ഓട്സ് കൊണ്ടുണ്ടാക്കുന്നതാണ് ഓട്സ് ഓംലെറ്റ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, കുറച്ച് കഷ്ടപ്പെട്ടുപോയി ഉണ്ടാക്കുമ്പോൾ. ഇതിനാവശ്യമായത് കുറച്ച് ഓട്സ് 1 കപ്പ്, പിന്നെ തക്കാളി, ഉള്ളിയും പച്ചമുളകും, 2 മുട്ടയും. ആദ്യം നമുക്ക് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലിടാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞ വെള്ളയൊക്കെ ഒന്നാക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ ഏലക്കായും. നമുക്ക് ആദ്യം ഓട്സിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ തക്കാളിയും പച്ചമുളകും പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും. അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓട്സും ഈ വെജിറ്റബിൾസൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വന്നാൽ നമുക്ക് കുറച്ച് മുളക് പൊടിയല്ല, മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാവിടെയും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സോസും സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി. സോയാ സോസ് ആഡ് ചെയ്തെടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും രീതിയിലും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ട ഒഴിച്ചെടുക്കാം. ഞാൻ 2 മുട്ട ഒഴിച്ചിട്ടുള്ളൂ. ഒരു 4 മുട്ടയെങ്കിലും ഒഴിച്ചാൽ കുറച്ച് നല്ല വെള്ളം ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് വെള്ളം കുറഞ്ഞ പോലെ ആയിപ്പോയി. എനിക്ക് പിന്നെ മുട്ട അധികം കൂട്ടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 2 മുട്ട തന്നെ നിർത്തി. 4 മുട്ടയാണെങ്കിൽ അടിപൊളിയായിരിക്കും, കുറച്ചും കൂടി നല്ല ലൂസായി കിട്ടും. ഇപ്പം നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കേണ്ട മിക്സസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രം ചൂടാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഓംലെറ്റിൻ്റെ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓംലെറ്റിൽ ഇതിപ്പോൾ കുറച്ച് ഗ്രേവി കുറഞ്ഞ പോലെ ഉണ്ട്, ഒന്ന് പരത്തി കൊടുക്കാം. ഓട്സിന് കുറച്ച് വേവില്ലുകൊണ്ട് നമുക്ക് കുറച്ച് സമയം തീ കുറച്ച് ഒന്ന് മൂടി വെച്ചിട്ട് വേവിപ്പിക്കാം. നന്നായി പരത്തി കൊടുത്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കാം. 4 മുട്ടയാകുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, നന്നായി പരന്ന് കിട്ടും. ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വേവിപ്പിക്കാം. ഇപ്പോൾ അടിഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിടണം. മറിച്ചിട്ടപ്പോൾ എല്ലാം പൊട്ടിപ്പോയി. ഒറ്റ ഭൂഖണ്ഡം 7 ഭൂഖണ്ഡമായി, കോണ്ടിനെൻ്റൽ ഫുഡായി മാറി. ഇതിനായിരുന്നു കോണ്ടിനെൻ്റൽ ഫുഡ് എന്ന് പറയുന്നത്. 7 ഭൂഖണ്ഡങ്ങളായി മാറിയിട്ടുണ്ട് നമ്മുടെ ഓംലെറ്റ്. മറിച്ചിട്ട് നന്നായി വേവിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭൂഖണ്ഡം അല്ല, ഈ ഓംലെറ്റ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം പ്ലേറ്റിലേക്ക്. ഓരോ ഭൂഖണ്ഡങ്ങളായി മാറ്റി വെക്കാം. ഇതാണ് ഓട്സ് ഓംലെറ്റ്. നല്ല ടേസ്റ്റായിരുന്നു. ഓട്സിന് കുറച്ച് വേവില്ലുകൊണ്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വേവിപ്പിച്ചാൽ മതി. ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്ത് കഴിക്കാൻ നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഈ ഓട്സ് ഓംലെറ്റ്. താങ്ക് യു.